നമുക്ക് തുടങ്ങാം. നമ്മൾ ഇന്നലെ നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 16 ക്വസ്റ്റ്യൻസ് ആയിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു ചോദിച്ചത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും അവയുടെ ഉദ്ദേശങ്ങളും ചുവടെ ചേർത്തിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കറക്റ്റായിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ഒന്നാമത്തെ സഞ്ചിത രേഖ. ശരിയായിട്ടുള്ള ജോഡിയാണ് വേണ്ടത് കേട്ടോ. ഇവിടെ നിന്ന് ശരിയായിട്ടുള്ള ജോഡിയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സഞ്ചിത രേഖയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുട്ടികളുടെ അവിചാരിത സംഭവങ്ങളും പ്രതികളും രേഖപ്പെടുത്തുന്നു. ശരിയാണോ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ശരിയല്ല. കാരണം അവിചാരിതമായിട്ടുള്ള സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നത് എന്താണ്? ഉപാഖ്യാന രേഖയാണ്. ഓക്കെ, ഇനി ബി ചോദിച്ചിരിക്കുന്നത് കുട്ടിയുടെ സമഗ്രമായ വിവരങ്ങൾ തുടർച്ചയായി രേഖപ്പെടുത്തുന്നു. അത് കുട്ടിയിലുണ്ടാകുന്ന അവിചാരിതമായ രേഖകളാണ് വേണ്ടത്. ഇത് അങ്ങോട്ട് വേണ്ടി തിരിഞ്ഞു പോയി കേട്ടോ. കുട്ടിയുടെ അവിചാരിതമായ സംഭവങ്ങൾ ഇതായിരുന്നു വരേണ്ടത്. സഞ്ചിത രേഖയായിട്ട് വരേണ്ടത് സമഗ്രമായിട്ടുള്ള സാധനമായിരുന്നു കേട്ടോ. തിരിഞ്ഞു പറഞ്ഞപ്പോൾ അതാണ് കുഴപ്പം പറ്റിയത്. അടുത്തത്, പ്രക്ഷേപണ രീതി അബോധ മനസ്സിലെ വികാരങ്ങളെ അപഗ്രഥിക്കുന്നു. കറക്റ്റാണ് അല്ലേ? നമുക്കറിയാം, അബോധ മനസ്സിൽ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെയും ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളെയും മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രൊജക്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ പ്രക്ഷേപണ രീതി നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഈ പോയിന്റാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അടുത്ത ക്രിയാഗവേഷണം എന്താണ്? ഒരു വ്യക്തിയുടെ പ്രശ്നത്തെ സമഗ്രമായി പഠിക്കുന്നു. അതല്ല ക്രിയാഗവേഷണം. എന്താണ് ക്രിയാഗവേഷണം? നമ്മൾ പഠിച്ചതാണ്. സ്റ്റീഫൻ മുങ്കർ കണ്ടുപിടിച്ച എന്താണ്? ഒരു ക്ലാസ്സിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ, കോമൺ ആയിട്ടൊരു പ്രശ്നമുണ്ടെങ്കിൽ, അവയ്ക്ക് അടിസ്ഥാനമായ കാര്യകാരണങ്ങളെ ഒരു ഗവേഷക മനോഭാവത്തോടു കൂടി ഒരു അധ്യാപകൻ വിലയിരുത്തി നിഗമനത്തിലെത്തി എന്ത് ചെയ്യാണ്? പരിഹാരം കണ്ടെത്തുന്ന രീതിയാണ് ക്രിയാഗവേഷണം എന്ന് പറയുന്നത്. അതല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നതിനപ്പോൾ ഉത്തരം എന്നായിരിക്കും? ഒരു വ്യക്തിയുടെ പ്രശ്നം സമഗ്രമായി പഠിക്കുന്ന രീതി ഏതാണ്? അതിൻ്റെ അകത്ത് നമ്മുടെ മനഃശാസ്ത്ര ഗവേഷണ ഉപാധിക്കകത്ത് ഏത് രീതിക്കകത്ത ഒരു വ്യക്തിയുടെ പ്രശ്നത്തെ സമഗ്രമായിട്ട് പഠിക്കുന്നത്? ഏത് മെത്തേഡാ? ഓർമ്മയുണ്ടോ? കേസ് സ്റ്റഡി അല്ലെങ്കിൽ നമ്മൾ പഠിച്ച എന്താണ്? ഏക വ്യക്തി പഠനം കേട്ടോ. ഓക്കെ, കറക്റ്റാണ്. കേസ് സ്റ്റഡിയാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. സോ നിങ്ങൾ ഈ ഓപ്ഷൻ പറയുന്ന പോകുന്നതിൻ്റെ ഉദ്ദേശം എന്നാന്ന് ചോദിച്ചാൽ അടുത്ത വട്ടം ചോദ്യം വരുന്നത് ചിലപ്പോൾ അതിൽ നിന്നായിരിക്കും. നമ്മൾ ഈ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് തിരിച്ചും മറിച്ചും എല്ലാം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവ നോക്കിയിട്ട് വേണം. നിങ്ങൾ ഒരു ഉത്തരം കണ്ട് അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം. അതിലെ ഓപ്ഷൻസിലുള്ള ഉത്തരത്തിലേക്ക് കൂടി നോക്കിയിട്ട് വേണം പോകാം കേട്ടോ. അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പഠിക്കാനായിട്ട് പറ്റും. യെസ്, അടുത്ത ക്വസ്റ്റ്യൻസ് ഒന്നിൻ്റെ ആൻസർ വരേണ്ടത് സി ആണ് കേട്ടോ. അതാണ് കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ആൻസർ ഇത് ചോദിച്ച ചോദ്യം കേട്ടോ. ആശയാവതരണ ഘട്ടത്തിലെ ELPSലെ ഇ എന്നത് ഒരു പ്രവർത്തനത്തിൻ്റെ താഴെ കൊടുത്തിരിക്കുക എന്തിനെ പ്രതിദാനം ചെയ്യുന്നു? നമ്മൾ പഠിച്ചതാണ് ഗണിതത്തിലുള്ള ELPS: എക്സ്പീരിയൻസ്, ലാംഗ്വേജ്, പിക്ചർ, സിമ്പിൾ ഇല്ലേ? അതിലെ ഇ എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികൾക്ക് എക്സ്പീരിയൻസ് കിട്ടണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് നേരെ അനുഭവം കിട്ടണം. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ അല്ലേ? കുട്ടികളിലൊരു നേരെ അനുഭവം കിട്ടണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? നോക്കിയേ, കൂട്ടത്തിൽ നിന്നും 7 പൂക്കൾ ശേഖരിക്കുന്നതാണോ? കൂട്ടത്തിൽ നിന്നും 7 പൂക്കൾക്ക് നിറം കൊടുക്കുന്നതാണോ? 7നെ തിരിച്ചറിയുകയും വായിക്കുകയും ചെയ്യുന്നതാണോ? 7 എന്ന സംഖ്യ എഴുതുന്നതാണോ? നമുക്കറിയാം ഇവിടെ കുട്ടികൾക്ക് നേരെ അനുഭവം കിട്ടുന്ന ഏതാണ്? കൂട്ടത്തിൽ നിന്നും 7 പൂക്കളെ ശേഖരിക്കുന്നത്. ശരിയല്ലേ? 7 പൂക്കളെ നമ്മൾ ശേഖരിച്ചാൽ അവിടെ എന്താവും? കുട്ടികൾക്കൊരു എക്സ്പീരിയൻസ് ആയി. എക്സ്പീരിയൻസ് കിട്ടിയാൽ അവിടെ എന്നാ ഉണ്ടാകും? കുട്ടികൾക്ക് കുട്ടികൾ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഗണിതത്തിലേക്ക് കൂടുതലൊരു ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് കുട്ടികൾ പഠിക്കാൻ തുടങ്ങും. ഇനി കുട്ടികൾ കൂട്ടത്തിൽ നിന്ന് 7 പൂക്കൾക്ക് നിറം കൊടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്? അത് പിക്ചറാണ് കേട്ടോ. പിക്ചറിലോട്ട് വരുന്നതാണ്. പിന്നെ 7നെ തിരിച്ചറിയുകയും വായിക്കുകയും ചെയ്യുന്നു. അത് എല്ലും എസ്സും കൂടി ഒരുമിച്ച് വരികയാണ്. ലാംഗ്വേജ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. സിമ്പിൾസ് ഉപയോഗിച്ച് നമ്മൾ കൊടുക്കുന്നു. അടുത്ത 7 എന്ന സംഖ്യ എഴുതുന്നു. അത് സിമ്പിളാണ് അവിടെ വരേണ്ടത് കേട്ടോ. ആ കാര്യം ഓർത്തിരിക്കണം. ഇവൻ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ടേ പോകാവൂ കേട്ടോ. ELPS ഇങ്ങനെ പല ആവർത്തി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയും താഴെ പറയുന്നവയിൽ വേരിൽ നിന്നും പുതിയ സസ്യം ഉണ്ടാവുന്ന സസ്യം ഏതാണ്? ഇതും ചോദിച്ച ചോദ്യമാണ്. വേരിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാവുന്ന സസ്യം നമുക്കറിയാം. ചേമ്പ് വേരാണോ? നിങ്ങളുടെ വീട്ടിലൊക്കെ ചേമ്പ് ഉണ്ടാക്കുന്നത് വേരിൽ നിന്നാണോ, തണ്ടിൽ നിന്നാണോ, വിത്തിൽ നിന്നാണോ? പറഞ്ഞേ, ചേമ്പിൻ്റെ ഏതാ? ചേമ്പ് വേരാണോ, തണ്ടാണോ, വിത്താണോ? ചേമ്പില്ലേ, ചേമ്പ് വിത്താണ്. അപ്പോൾ അത് വേരിൽ നിന്നല്ല. അടുത്തത് മരച്ചീനി. മരച്ചീനി നമ്മുടെ കപ്പ അല്ലെ കൊള്ളി എന്നൊക്കെ പറയും ആ സാധനം. മരച്ചീനി വേരാണോ, തണ്ടാണോ, വിത്താണോ? മരച്ചീനിയുടെ തന്നെ നമ്മൾ ഇടുന്നത് തണ്ട് മുറിച്ചിടും. ശരിയല്ലേ? തണ്ടാണ് ഇടുന്നത്. അടുത്ത ചെമ്പരത്തി എന്നാ ഇടുന്നത്? തണ്ടാണ് ഇടുന്നത്. കറിവേപ്പോ? നമുക്കറിയാം, ഒരു കരിവേപ്പ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ അയലോക്കത്തെല്ലാം കരിവേപ്പ് കാണും ഇല്ലേ? സൈഡിലെല്ലാം കരിവേപ്പ് കാണും. കാരണം എന്താണ്? അതിൻ്റെ വേര് പോകുന്ന വശത്തുകൂടിയെല്ലാം എന്നാ പോകുന്നുണ്ട്? ഈ കരിവേപ്പ്
ഉണ്ടായി വരുന്നത്. അപ്പോൾ വേരിൽ നിന്നും പുതിയ സസ്യം ഉണ്ടാകുന്ന സസ്യമാണ് എന്ത് നമ്മുടെ കറിവേപ്പ് കേട്ടോ. ഇതുപോലെ തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യമായിരുന്നു, ഒരില മാത്രമുള്ള ഒരു സസ്യം അറിയാവോ? ഒരില മാത്രമുള്ള ഒരു സസ്യം, ഒരു വട്ടം ചോദിച്ച ചോദ്യമാണ്. ഒരില മാത്രമുള്ള ഒരു സസ്യം അറിയാവോ? ഈ ഒരു പാട്ട് ചേന കേട്ടോ, മറന്നുപോയല്ലോ. ഒരു ഇല മാത്രമുള്ളൊരു സസ്യമാണ് ചേന കേട്ടോ. എലഫന്റ് യാം എന്ന് പറയത്തില്ല ആ സാധനം, നമ്മുടെ ചേനയ്ക്ക് ഒറ്റ ഇലയുള്ളൂ കേട്ടോ. അതും ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഇത് ഓർത്തിരിക്കണം. നമുക്കറിയാം നമ്മുടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കായിക പ്രജനനം നടക്കുന്നത് പൊതുവായിട്ടും എന്താണ് 3 തരത്തിലാണ്. വേരിൽ നിന്നും, തണ്ടിൽ നിന്നും, ഇലയിൽ നിന്നും, അതുപോലെ തന്നെ ഈ പറയുന്ന കായിൽ നിന്നുമൊക്കെ നമ്മുടെ ഈ കായിക പ്രജനനം പുതിയ സസ്യങ്ങൾ ജന്മം നൽകും കേട്ടോ. ആ കാര്യങ്ങൾ ഓർത്തിരിക്കണം. അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ 3ാം ക്ലാസ്സിലേ നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞത് 5, 6 ക്ലാസ്സുകളിലൊക്കെ കൂടുതലായിട്ട് കടന്നു വരുന്നുണ്ട് കേട്ടോ. സോ ഇത്തരം കാര്യങ്ങൾ ഇവിടുന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പ്രക്ഷേപണ വിധികളിൽ കാരണവർ സ്ഥാനം താഴെ പറയുന്നവയിൽ ഏതിനാണ്? അതായത് നമുക്കറിയാം ഇതും ചോദിച്ച ചോദ്യം കേട്ടോ, കഴിഞ്ഞ വട്ടത്തെ പരീക്ഷയ്ക്ക് ചോദ്യമായിരുന്നു. പ്രക്ഷേപണ വിധികളിൽ, അതായത് നമ്മൾ മുമ്പേ പഠിച്ച പ്രൊജക്റ്റീവ് മെത്തേഡിൽ കാരണവർ സ്ഥാനം, അതായത് മെയിനായിട്ടുള്ള സ്ഥാനം ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? റോഷെ മഷീബ് പരീക്ഷയ്ക്കാണോ, പ്രകരണ സംരക്ഷണ പരീക്ഷയ്ക്കാണോ, ബാലക സംരക്ഷണ പരീക്ഷയ്ക്കാണോ, ചിത്ര പൂർത്തീകരണ പരീക്ഷയ്ക്കാണോ? അത് നമ്മൾ പഠിച്ച ഇംഗ്ലീഷിൻ്റെ മലയാളം കൊടുത്തിരിക്കുന്നുണ്ടോ? ചിൽഡ്രൻസ് അപ്രന്റീസിന് ശേഷം എന്താ നമ്മുടെ പദതരിച്ച പരീക്ഷ, വാക്യപൂർണ്ണ പരീക്ഷ, അതൊക്കെയാണ് ഇതിൻ്റെ മലയാളം കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ചിത്ര പൂർത്തീകരണ പരീക്ഷ എന്നൊക്കെ പറയുന്നത്. അതിൽ കാരണവർ സ്ഥാനം അല്ലെങ്കിൽ മെയിൻ സ്ഥാനം ആർക്കാണ് കൊടുക്കേണ്ടത്? നമുക്കറിയാം റോഷെ മഷീബ് പരീക്ഷ കേട്ടോ. റോഷെ മഷീബ് പരീക്ഷയാണ് നമ്മുടെ നമ്മുടെ പ്രക്ഷേപണ വിധികൾ അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് ടെക്നിക്സിനകത്ത് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് ഉള്ളത്. ഇത് നിങ്ങൾ കാണണമെങ്കിൽ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ പറയുന്ന മെഡക്സ് എന്ന് പറഞ്ഞ ഫെസ്റ്റുകൾ വരും. നമ്മുടെ കോട്ടയത്തും കോഴിക്കോടും കണ്ണൂരും ഒക്കെ എറണാകുളം ഒക്കെ വരുന്നതാണ്. മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ഈ ആൾക്കാർ നമ്മുടെ മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എക്സിബിഷനാണ് മെഡക്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതിനകത്തൊക്കെ നിങ്ങൾ പോയാൽ നമുക്ക് ഈ പറഞ്ഞ റോഷെ മഷീബ് പരീക്ഷ നേരിട്ട് പോയി കാണാൻ സാധിക്കും കേട്ടോ. അതായത് പല നിറത്തിലുള്ള ഒരു സാധനം നമ്മുടെ മുന്നിൽ കെട്ടി തൂക്കുക, അത് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ മനസ്സിലുള്ള കാര്യത്തെ വായിച്ചെടുക്കാനായിട്ടാണ് അവർ നോക്കുന്നത് കേട്ടോ. അതാണ് റോഷെ മഷീബ് പരീക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കാരണവർ സ്ഥാനം വരുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. ഇനിയും അടുത്ത ദിവസം ഗണിത പഠനത്തിൽ ആശയ രൂപീകരണ തലങ്ങളിൽ ELPSൽ പെടാത്തത് ഏതാണ്? കണ്ടോ, ELPSൽ പെടാത്തതാണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ പെടുന്നത് ഏത്, പെടാത്തത് എന്ന് തിരിച്ചും മറിച്ചും നോക്കണം. ഇവിടെ പെടാത്തതാണ്, വിച്ച് ഈ നോട്ട് എ ഫാക്ടറാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നോക്കിയേ, മൂർത്തമായിട്ടുള്ള അനുഭവങ്ങൾ വേണ്ടതാണ്, എക്സ്പീരിയൻസ് വേണം. അടുത്തത് ഭാഷയിലൂടെയുള്ള വിസ്തീർണം, ലാംഗ്വേജ് വേണം. പ്രശ്നപരിഹരണം ഒരിടത്തും പറഞ്ഞിട്ടില്ല, അവനോട് കിടക്കട്ടെ. ഇനി ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പരിചയപ്പെടുത്തൽ, സിമ്പലും വേണം. അപ്പോൾ നമുക്കറിയാം ആരാണ് വേണ്ടാത്തത്? നമ്മുടെ പ്രോബ്ലം സോൾവിങ്. ഇവിടെ പിക്ചറിന് പകരം ELPS എക്സ്പീരിയൻസ്, ലാംഗ്വേജ്, പിക്ചർ, സിമ്പൽ എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിലുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ തന്നെ നമുക്കറിയാം പ്രോബ്ലം സോൾവിങ് ഇറ്റ്സ് നോട്ട് ആൻ ഫാക്ടർ ഓഫ് ELPS അല്ലേ. അത് ELPSനകത്ത് വരുന്നതെല്ലാം തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഇവിടെ പ്രശ്നപരിഹരണമാണ് ഉത്തരം അല്ലാത്തത്. ഓക്കെ, അടുത്തത് പ്രൈമറി ക്ലാസ്സുകളിൽ ഗണിതത്തിലെ സൂത്രവാക്യങ്ങൾ, തത്വങ്ങൾ ഇവ രൂപീകരിക്കുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി ശ്രദ്ധിക്കണം. പ്രൈമറി ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ LP UP തലങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഗണിത സൂത്രവാക്യം, ഒരു ഇക്വേഷനോ അല്ലെങ്കിൽ ഒരു തത്വമോ ഒരു കോമൺ പ്രൂഫോ നമ്മൾ ഡിറൈവ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമ്മൾ ഫോമപ്പ് ചെയ്യുന്നതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആഗമന രീതിയാണോ, നിഗമന രീതിയാണോ, അപഗ്രഥന രീതിയാണോ, ഉദ്ഗ്രഥന രീതിയാണോ? നമുക്കറിയാം നമ്മൾ പ്രൈമറി ക്ലാസ്സിൽ എങ്ങനെയാണ് എക്സാമ്പിൾ കൊടുത്ത് നമ്മൾ എങ്ങോട്ട് വരണം? പ്രൂഫിലേക്ക് എത്തിച്ചേരണം. അങ്ങനെയാണെങ്കിൽ എക്സാമ്പിളിൽ നിന്ന് അല്ലെങ്കിൽ ഉദാഹരണങ്ങളിലൂടെ ബോധത്തിലേക്ക് എത്തുന്ന മെത്തേഡ് ഏതാണ് ഇവിടെ ഉള്ളത്? നമ്മുടെ ആഗമന രീതി അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് മെത്തേഡാണ് ഇവിടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാൻ ഇന്നാളും പറഞ്ഞൊരു എക്സാമ്പിളാണ്. നമ്മളിപ്പോൾ 2ാം ക്ലാസ്സിൽ ചെന്ന് അല്ലെങ്കിൽ 3ാം ക്ലാസ്സിൽ എന്ന് പറയുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, ഏതൊരു 2 ഒറ്റ സംഖ്യകളുടെ തുക എപ്പോഴും ഒരു ഇരട്ട സംഖ്യയായിരിക്കും അല്ലേ. അതായത് when you take any 2 odd numbers, the sum of these odd numbers should always be an even number അല്ലേ. അതായത് എപ്പോഴും നമ്മൾ 2 ഓഡ് നമ്പർ എടുത്താൽ അതിൻ്റെ സം എപ്പോഴും എന്തായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും വരുന്നത്. ഇനിയും എപ്പോഴും 2 ഈവൻ നമ്പർ എടുത്താൽ അതിൻ്റെ സമ്മോ ഇപ്പോൾ പറഞ്ഞാൽ നേരെ തിരിച്ച് പറഞ്ഞതാണ്. എപ്പോഴും 2 ഓഡ് നമ്പർ എടുത്ത് അതിനെ കൂട്ടിയാൽ അതിൻ്റെ സം എപ്പോഴും ഈവൻ നമ്പർ ആയിരിക്കും. എപ്പോഴും 2 ഈവൻ നമ്പർ എടുത്ത് അതിൻ്റെ സം എടുത്താൽ എന്ത് തന്നെയാണ്? നമ്മുടെ
ഈവൻ നമ്പർ തന്നെ വരുന്നത് കേട്ടോ. അപ്പോൾ അത് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഓർത്തിരിക്കണം, ആഗമന രീതിയിലൂടെ, കാരണം കൊച്ചു പിള്ളേരാണ്, പ്രൂഫുകളൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എക്സാമ്പിൾ കൊടുത്ത് അവരെ പ്രൂഫിലേക്ക് നമ്മൾ എത്തിച്ചേർക്കുകയാണ് വേണ്ടത്. നിഗമന രീതി നമുക്കറിയാം എന്താണ്, പ്രൂഫിൽ നിന്നും എക്സാമ്പിളിലേക്ക്. ഇപ്പോൾ സിമ്പിളായിട്ട് ചോദിച്ചാൽ വാട്ട്സ് എ പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ, ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്രയാ? ത്രികോണത്തിൻ്റെ പരപ്പളവിൻ്റെ ഇക്വേഷൻ എന്നാ? ഏരിയ ഓഫ് എ ട്രയാങ്കിളിൻ്റെ ഇക്വേഷൻ എന്നാ? ആലോചിച്ച് നോക്കി, എന്നാ പഠിച്ചിട്ടുള്ളതല്ലേ? ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്നാ? ഹാഫ് BH അല്ലേ? അര ഗുണം ബേസ് ഗുണം ഹൈറ്റ്. അത് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഓൾറെഡി തന്നിട്ടുള്ള സാധനമാണ്. അതിനെ നമ്മൾ കൂടുതലായിട്ട് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അതെന്താണ്, ഒരു നിഗമന രീതിയാണ്. ഇനിയും ഏരിയ ഓഫ് എ സ്ക്വയർ നമുക്കറിയാം എന്താണ്, എ സ്ക്വയർ, അല്ലെങ്കിൽ 4 സൈഡും തുല്യമായിട്ട് തന്നെ ഒരു സൈഡിനെ സ്ക്വയർ ചെയ്താൽ മതി, നമുക്ക് ഏരിയ കിട്ടും. ഇനി 4A പെരിമീറ്റർ ആണെങ്കിൽ 4A, ഇതെല്ലാം നമുക്ക് ഡിറൈവ്ഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഉള്ളതാണ്. അതിനെ നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. അതാണ് നിഗമന രീതി. അതായത് പ്രൂഫ് ഉണ്ട്, അവിടെ നമ്മൾ എങ്ങോട്ട് പോകും, എക്സാമ്പിളിലേക്ക് പോകും. ഇനി അപകർത്തന രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറയും. എന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞുതരാം. ഞാൻ പറയുകയാണ്, ശ്രദ്ധിച്ചോണം. രാമു കടയിൽ പോയി 1 കിലോ ഓറഞ്ച് 50 രൂപയ്ക്കും 2 കിലോ ആപ്പിൾ 100 രൂപയ്ക്കും വാങ്ങി. രാമു കടക്കാരൻ്റെ കയ്യിൽ 500 രൂപ കൊടുത്താൽ തിരികെ എത്ര രൂപ ലഭിക്കും? ക്വസ്റ്റ്യൻ മനസ്സിലായോ? രാമു കടയിൽ ചെന്ന് എന്നാ വാങ്ങിച്ചു? 1 കിലോ ഓറഞ്ചും 2 കിലോ ആപ്പിളും വാങ്ങിച്ചു അല്ലേ? 1 കിലോ ഓറഞ്ചിന് 50 രൂപയും 2 കിലോ ആപ്പിളിന് എത്ര രൂപയായി? 100 രൂപ എന്നും പറഞ്ഞു. രാമു കടക്കാരനെ കൊടുത്തത് 500 രൂപയാണെങ്കിൽ അവന് ബാക്കി ബാലൻസ് എത്ര രൂപ കിട്ടുമെന്നാണ് ചോദിച്ചത്. ചോദ്യം മനസ്സിലായോ? ഇവിടെ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ശരിയല്ലേ? അറിയാവുന്ന കാര്യങ്ങൾ എന്താ? 1 കിലോ ഓറഞ്ചിൻ്റെ വില നമുക്കറിയാം 50 രൂപ, 2 കിലോ ഓറഞ്ചിൻ്റെ വില നമുക്കറിയാം 100 രൂപ, രാമു കൊടുത്ത തുക എത്രയാണെന്നറിയാം 500 രൂപ, ബാക്കി ബാലൻസ് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി ഇല്ലേ? അപ്പോൾ ഓർത്തിരിക്കണം, അപകർത്തന രീതി എന്ന് പറഞ്ഞാൽ അറിയാവുന്നതിൽ നിന്നും, ശ്രദ്ധിച്ച് കേൾക്കണം, അറിയാവുന്നതിൽ നമ്മൾ അങ്ങോട്ട് പോകും, അറിയാത്ത കാര്യത്തിലേക്ക് പോകും. ഇപ്പം നമ്മളിവിടെ ആണെങ്കിൽ എന്നെ എടുക്കും, ആയി നമ്മൾ 1 കിലോ ഓറഞ്ചിന് 2 കിലോ ഓറഞ്ചിൻ്റെ തുക കൂട്ടും. 1 കിലോ ഓറഞ്ചിന് 50 രൂപ, 2 കിലോ ആപ്പിളിന് 100 രൂപ, രണ്ടും കൂടി കൂട്ടിയാൽ 150 രൂപയായി. രാമു കൊടുത്തത് 500 രൂപയാണ്. 500 നമുക്ക് 150 മൈനസ് ചെയ്താൽ ബാക്കി നമുക്ക് 350 രൂപ കൈ കിട്ടും. അതല്ലേ വേണ്ടത്? 350 അല്ലേ നമ്മുടെ അൺനോൺ. അപ്പോൾ നമ്മൾ എങ്ങോട്ട് വന്നു? അറിയാവുന്നതിൽ നിന്നും അല്ലേ? നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിൻ്റെ വില ഇത്ര, അതിൻ്റെ വില ഇത്ര, രണ്ടും കൂടി കൂട്ടിയാൽ ഇത്ര, മറ്റേത് കുറച്ച് നമുക്ക് ഉത്തരം കിട്ടും. അങ്ങനെ ഫ്രം നോൺ ടു അൺനോൺ, കേട്ടോ ഓർത്തിരിക്കണം, ഫ്രം നോൺ ടു അൺനോണിനെയാണ് അപകർത്തന രീതി എന്ന് പറയുന്നത് കേട്ടോ. നോൺ എന്ന് പറഞ്ഞാൽ അറിയാവുന്ന കാര്യം, നോൺ ടു അൺനോൺ. എങ്ങോട്ട് പോകും നമ്മൾ? അറിയാവുന്നതിൽ നിന്നും അറിയാത്ത കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നു കേട്ടോ, അൺനോൺ. ഓക്കെ, നോൺ ടു അൺനോൺ, NOW കേട്ടോ. ഓക്കെ, അപ്പം അറിയാവുന്നത് നമ്മൾ അങ്ങോട്ട് പോകും, അറിയാത്ത കാര്യത്തിലേക്ക് നീങ്ങുന്നതിന് പറഞ്ഞ പേരാണ് അപകർത്തന രീതി. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അനലിറ്റിക് മെത്തേഡ് എന്ന് പറയും. ഇനി ഉദ്ഗമന രീതി നമുക്കറിയാം ഇല്ലേ? നമുക്കറിയാം ഉദ്ഗമന രീതി എന്നാണ് ഇൻ്റഗ്രേഷൻ മെത്തേഡ് എന്ന് പറയും, അല്ലെങ്കിൽ മറ്റൊരു രീതിയും പറയും. ഇതിനെ നമുക്ക് അൺനോൺ ടു നോൺ എന്നാണെങ്കിലും പറയാം. അറിയാത്ത കാര്യത്തിൽ നിന്നും അറിയാവുന്നതിലേക്ക് പോകും. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ 1-2 ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ മതി. എങ്ങനെയാണ് നമുക്കറിയാം, ഉദ്ഗ്രഥിതം എന്നാണ് കിടക്കുന്നത്. അതായത് നമുക്ക് അതിൻ്റെ അകത്ത് മലയാളവും മാത്സും സയൻസും എല്ലാം മിക്സ് ആക്കിയാണ് കൊടുത്തിരിക്കുന്നത്. അത് അറിയാത്ത കാര്യത്തിൽ നമ്മൾ എങ്ങോട്ട് പോകും? അറിയാവുന്നതിലേക്ക് നമ്മൾ യാത്ര ചെയ്യും. മനസ്സിലായോ? ഉദ്ഗ്രഥന രീതി എന്ന് പറഞ്ഞാൽ ഫ്രം അൺനോൺ ടു നോൺ, അറിയാവുന്നതിൽ നിന്നും അറിയാവുന്നതിലേക്ക് പോകുന്നതാണ് ഉദ്ഗ്രഥന രീതി. അപകർത്തന രീതി എന്ന് വെച്ചാൽ നോൺ ടു അൺനോൺ കേട്ടോ. 2 രീതി കൂടി ഓർത്തിരിക്കണം. ക്ലിയർ ആയോ? സംഭവം എന്നാന്ന് മനസ്സിലായോ? ഐഡിയ കിട്ടിയോ? ഒരെണ്ണം നോൺ ടു അൺനോണും മറ്റേത് അൺനോൺ ടു നോണും. അറിയാവുന്നതിൽ നിന്നും അറിയാത്തതിലേക്ക് പോകുന്ന അപകർത്തന രീതിയും, അറിയാത്തതിൽ നിന്നും അറിയാവുന്നതിലേക്ക് പോകുന്നത് ഉദ്ഗ്രഥന രീതിയും കേട്ടോ. ഇൻ്റഗ്രേഷൻ മെത്തേഡ് എന്നൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ പല രീതിയും അതിന് പറയുന്നുണ്ട് കേട്ടോ. യെസ്, അടുത്തത് താഴെ പറയുന്നവയിൽ ഓഷധിക്ക് ഉദാഹരണം ഏതാണ്? നമുക്കറിയാം ഓഷധി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ തീരെ തണ്ടിന് കാഠിന്യമില്ലാത്ത, എന്താണ് പെട്ടെന്ന് തന്നെ വലിയ ബലമൊന്നും ഇല്ലാത്ത കാര്യത്തിന് പറഞ്ഞ പേരാണ് ഓഷധി അല്ലേ? നിങ്ങൾക്ക് അതിൻ്റെ പിക്ചറൊക്കെ തന്നതല്ലേ, നമ്മുടെ സസ്യഭാഗത്തിനകത്തുള്ളതാണ് അല്ലേ? എന്ത് ഓഷധി ഇവിടെ അതെ, തണ്ടിന് മൃദുവാണ്, അതുപോലെ തന്നെ വലുപ്പത്തിൽ ചെറുതാണ്, ആഴത്തിൽ വേരോട്ടമില്ല ഓഷധിക്ക്. അങ്ങനെയാണെങ്കിൽ ചീര, തുളസി, തുമ്പ, മഷിത്തണ്ട്, വാഴ, തഴുതാമയെല്ലാം എന്തിന് ഉദാഹരണമാണ്? നമ്മുടെ ഓഷധിക്ക് ഉദാഹരണമാണ്. രണ്ടാമത്തെ കാറ്റഗറിയാണ് അവിടെയുള്ള മരങ്ങൾ. വളരെ കാഠിന്യമുള്ള തണ്ടായിരിക്കും, വളരെ വലുതായിരിക്കും,
വളരെയധികം വർഷങ്ങൾ ജീവിക്കും. ഉദാഹരണങ്ങൾ മാവ്, പ്ലാവ്, ആല്, തേക്ക്, തെങ്ങ്, പുളി. മൂന്നാമത്തെ കാറ്റഗറിയാണ് കുറ്റിച്ചെടികൾ. കട്ടിയുള്ള തണ്ടാണ്, ഇടത്തരം വലുപ്പമായിരിക്കും, വർഷങ്ങളോളം ജീവിക്കും. നമ്മുടെ ചെമ്പരത്തി, റോസ, ജമന്തി, മല്ലികയെല്ലാം അതിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഓഷധി, അതായത് തണ്ടിന് കാഠിന്യമില്ലാത്ത, വളരെ കുറച്ച് നാൾ ജീവിക്കുന്ന, അതുപോലെ തന്നെ താഴത്തിൽ വേരോട്ടമില്ലാത്തത്. ഇവയിൽ ആരാണ്? റോസയാണോ, ചെമ്പരത്തിയാണോ, മുല്ലയാണോ, വാഴയാണോ? ആരാ? നമ്മുടെ വാഴയാണ് എന്തില്ലാത്തത്? ഈ പറയുന്ന എന്താണ് ഇതിന് ഇല്ലാത്തത് കേട്ടോ. ബാക്കിയെല്ലാം എന്തിന് എക്സാമ്പിളാണ്? കുറ്റിച്ചെടികൾക്ക് എക്സാമ്പിൾ കേട്ടോ. മുല്ല എന്ന് പറയുന്ന സാധനം നമ്മുടെ വള്ളിച്ചെടിക്കകത്തും കുറ്റിച്ചെടിക്കകത്തും വരുന്നത് കേട്ടോ. നമുക്കറിയില്ല മുല്ല വള്ളി വീശിയ ഇതുണ്ടാകുന്നത് അല്ലേ. അങ്ങനെ മുല്ല എന്ന് പറയുന്നത് വള്ളിച്ചെടിയാണ്, അതുപോലെ തന്നെ അതൊരു കുറ്റിച്ചെടി കൂടി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആരാണ്? നിങ്ങളിത് വളരെ വിശദമായിട്ട് ഞാൻ എടുക്കുന്ന കണ്ടതാണ്. ഓക്കെ, ഇന്ത്യയെ കണ്ടെത്തൽ, ഫൈൻഡിങ് ഇന്ത്യ എന്ന് പറഞ്ഞ കൃതി രചിച്ചതാരാണ്? നമുക്കറിയാം, ജവഹർലാൽ നെഹ്റുവാണ് എന്ത് രചിച്ചത്? നമ്മുടെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് കേട്ടോ. മറന്നുപോലെ, ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറഞ്ഞ കൃതി രചിച്ചത്. സർദാർ വല്ലഭായ് പട്ടേലാണെങ്കിൽ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നു. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. സുഭാഷ് ചന്ദ്രബോസ് നേതാജി എന്നറിയപ്പെടുന്നു. ഭഗത് സിംഗ് സഞ്ചരിക്കുന്ന ലൈബ്രറി എന്ന് അറിയപ്പെടുന്നു കേട്ടോ. ഇത് നോക്കിയിട്ട് വേണം പോകാൻ. ഇവരെ 3 പേരെയും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടാവും. ഓർത്തിരിക്കണം, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ജവഹർലാൽ നെഹ്റു ആണെന്ന് ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കുട്ടിയെക്കുറിച്ചുള്ള ആഴത്തിലും പരപ്പിലുമുള്ള പഠനത്തിന് ഉപയോഗിക്കാവുന്ന രീതി ഏതാണ്? കണ്ടോ, ആഴത്തിലും പോകണം, പരപ്പിലും പോകണം. അതിനുപയോഗിക്കാവുന്ന രീതി ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ചോദ്യാവലിയാണോ, കേസ് സ്റ്റഡിയാണോ, അഭിമുഖമാണോ, സോഷ്യോമെട്രി ആണോ? നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നില്ലേ, നമ്മുടെ ആ തെറ്റായിട്ടുള്ള ഓപ്ഷനകത്ത് വന്നായിരുന്നില്ലേ. നമുക്കറിയാം, ഒരു ഇതിലുള്ള കുട്ടിയെക്കുറിച്ച് നമ്മൾ ആഴത്തിലും അല്ലെങ്കിൽ സമഗ്രമായിട്ട് പഠിക്കുന്ന രീതി ഏതാണ് ഇവിടെ ഉദ്ദേശിച്ചത്? അത് തന്നെ ഉള്ളൂ. ഏതാണ്? നമ്മുടെ കേസ് സ്റ്റഡി. ചോദ്യാവലി ആണെങ്കിൽ എന്താണ്? നമ്മുടെ ഓപ്പൺ എൻഡഡും ക്ലോസ് എൻഡഡും ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അഭിമുഖം ഏതെങ്കിലും ഒരു കാര്യത്തെ മുൻനിർത്തി 2ഓ അതിലധികമോ വ്യക്തികൾ നടത്തുന്ന മുഖാമുഖ സംഭാഷണമാണ് അഭിമുഖം എന്ന് പറയുന്നത്. അടുത്ത സോഷ്യോമെട്രി കണ്ടുപിടിച്ചത് ആരാണ്? സോഷ്യോമെട്രി കണ്ടുപിടിച്ച ആരാ? സോഷ്യോമെട്രി ടെക്നിക്ക് അറിയാം, ജെയിൽ മൊറീനോ കേട്ടോ. ജെയിൽ മൊറീനോ കണ്ടുപിടിച്ച സോഷ്യോമെട്രി ടെക്നിക്കിനകത്ത് നമ്മൾ പഠിച്ച ഏകാഗി, ക്ലിക്കുകൾ, സ്റ്റാറുകൾ, ഗാങ്ങികൾ എന്നൊക്കെ പറഞ്ഞ ഐസൊലേറ്റഡ് പേഴ്സണൊക്കെ വരുന്നതാണ് സോഷ്യോമെട്രി കേട്ടോ. അതും ഈ ക്വസ്റ്റിനകത്തുണ്ട്. ഇത് അടുത്ത ക്വസ്റ്റിൻ അതാണ്ടോ. സോഷ്യോഗ്രാം ഉപയോഗിച്ച് കുട്ടികളെ വിശകലനം ചെയ്തപ്പോൾ അമ്പിളി ടീച്ചർക്ക് ലഭിച്ച ചിത്രീകരണം താഴെ കൊടുത്തത് പോലെയായിരുന്നു. ഇത് ഏത് തരം ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. 8 എന്ന് പറഞ്ഞ കുട്ടി 4 എന്ന് പറഞ്ഞ കുട്ടീനെയും, 4 എന്ന് പറഞ്ഞ കുട്ടി 5 എന്ന് പറഞ്ഞ കുട്ടീനെയും, 5 എന്ന് പറഞ്ഞ കുട്ടി 8 എന്ന കുട്ടീനെയും ചൂസ് ചെയ്യുന്നുണ്ട്. അതായത് അവരൊരു മൂവർ സംഘമാണ്. മൂവർ സംഘത്തിന് നമ്മൾ പറയുന്ന പേരാണ് ക്ലിക്കുകൾ. 3 പേർ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3 പേർ ഒരു സമൂഹത്തിൽ നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് പറയുന്ന പേരാണ് ക്ലിക്കുകൾ. ഇനി ഗാങ്ങുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം ആൾക്കാർ ഇല്ലേ, ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് പോവുകയാണെങ്കിൽ അവർക്ക് പറയുന്ന പേരാണ് ഗ്യാങ്ങുകൾ എന്ന് പറയും. ഒരു കൂട്ടം ആൾക്കാർ. സ്റ്റാർ ആണെങ്കിലോ ഒരാളെ തന്നെ, ഇപ്പം 5നെ തന്നെ ഇല്ലേ, 1 പറയുന്നു എനിക്ക് 5നെ മതി, 2 പറയുന്നു എനിക്ക് 5നെ മതി, രണ്ടാമത്തെ ആളും പറയുന്നു 5നെ മതി, മൂന്നാമത്തെ ആളും പറയുന്നു 5നെ മതി, 4ാമത്തെ ആളും പറയുന്നു 5നെ മതി, വേറെ ആർക്കും അവർ വേണ്ട. അപ്പോൾ 5നെ തന്നെ എല്ലാവരും ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ 5ആണ് ആ കൂട്ടത്തിലെ സ്റ്റാർ എന്ന് പറയുന്നത്. ദ്വന്ദ്ങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പേർ ഇല്ലേ, ഒന്നാമത്തെ ആൾ രണ്ടാമത്തെ ആളിനോടും രണ്ടാമത്തെ ആൾ ഒന്നാമത്തെ ആളിനോടുള്ള ബന്ധം സൂചിപ്പിക്കുന്നതാണ് ദ്വന്ദ്ങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ടിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഇത് പടം വരച്ച് തന്നെ പല പരിശോധന ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കണം. ക്ലിക്കുകൾ എന്ന് പറഞ്ഞാൽ 3 പേരടങ്ങുന്ന മൂവർ സംഘം. ഗ്യാങ്ങുകൾ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ. സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒരാളെ തന്നെ എല്ലാവരും ഫോക്കസ് ചെയ്യണം. ദ്വന്ദ്ങ്ങൾ എന്ന് പറഞ്ഞാൽ 2 പേർ, ട്വിൻസ് എന്ന് പറയും കേട്ടോ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ് ദ്വന്ദ്ങ്ങളായിട്ട് വരുന്നത്. യെസ്. അടുത്തത്, വിളംബിത ചാലക വികാസത്തിനുള്ള കാരണങ്ങളിൽ പെടുന്നത് ഏതാണ്? നമുക്കറിയാം, ഡിലേഡ് മോട്ടോർ ഡെവലപ്മെൻറ്റ് നമ്മൾ പഠിച്ചത് അല്ലേ. നമ്മുടെ ചാലക വികാസം കണ്ടുപിടിച്ചത് ആരാ? മോട്ടോർ ഡെവലപ്മെൻറ്റ് കണ്ടുപിടിച്ചത് ആരാ? സ്റ്റഡീസ് നടത്തിയ ആരാ? വ്യക്തിയുടെ പേരെന്നാ? കഴിഞ്ഞ വട്ടത്തെ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്ന ആരായിരുന്നു? ഓർമ്മയുണ്ടോ?
മോട്ടോർ ഡെവലപ്മെൻറ്റ് സ്കിൽസ് കണ്ടുപിടിച്ച വ്യക്തി എലിസബത്ത് ബി ഹർലോക്ക് കേട്ടോ. എലിസബത്ത് ബി ഹർലോക്കിൻ്റെ എന്താണ് ചാലക വികാസത്തിനുള്ള കാരണം നമ്മൾ അതിൻ്റെ പഠിച്ച വിളംബിത ചാലക വികാസം അല്ലെങ്കിൽ ഡിലേഡ് മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്ന് പഠിച്ചായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? നമ്മുടെ കുട്ടികൾ ഓരോ പ്രായത്തിലും ചില സവിശേഷതകൾ അല്ലെങ്കിൽ ചില ശാരീരിക പ്രകൃതങ്ങൾ കാണിക്കണമെന്ന് സമൂഹം വെച്ച് പുലർത്തുന്നുണ്ട്. ഇപ്പം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചാണെങ്കിൽ എഴുതാൻ അറിയണം, വായിക്കാൻ പഠിക്കണം, മനസ്സിലാക്കാൻ പഠിക്കണം, അനുസരിക്കാൻ പഠിക്കണം, ഏണിപ്പടികൾ കയറാൻ പഠിക്കണം, സൈക്കിൾ ഓട്ടം പഠിച്ചിരിക്കണം, അത്യാവശ്യം ഓടാനും ചാടാനും പടികൾ ചവിട്ടാനും ഒറ്റക്കാലിൽ നിൽക്കാനും അല്ലേ പറയുന്ന അനുസരിക്കാനൊക്കെ പഠിച്ചിരിക്കണം. ഇത് സമൂഹം വെച്ച് പുലർത്തുന്നതാണ്. ഇൻ കേസ് ആ ഒരു കൊച്ചിന് അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സമൂഹം പറയും സംതിങ് ഹാപ്പൻ ടു ദിസ് ചൈൽഡ്, ഈ കൊച്ചിന് എന്തോ ഒരു ഡ്രോബാക്ക് ഉണ്ട് അല്ലേ. അങ്ങനെ ഡ്രോബാക്ക് പറയുന്നതിന് പറഞ്ഞ പേരാണ് വിളംബിത ചാലക വികാസം അല്ലെങ്കിൽ ഡിലേഡ് മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെയുള്ള കാരണത്തിൽ പെടുന്നതാണ് വേണ്ടത്. നമുക്കറിയാം കളി അതിൽ പെടാത്തതാണ്, സന്തോഷം അതിൽ പെടാത്തതാണ്, ഭയം അതിൽ പെടുന്നതാണ്, കൃത്യമായ വ്യായാമം അതിൽ പെടാത്തതാണ് കേട്ടോ. അപ്പോൾ ഭയം ഒരു കാരണമാണ് എന്തിന്? വിളംബിത ചാലക വികാസം. ഇപ്പോൾ നമ്മൾ കൊച്ചിനോട് പറയാം എടാ നീ ആ പടി കയറില്ല നീ വീഴും, അല്ലെങ്കിൽ നീ സൈക്കിൾ ചവിട്ടിയാൽ നീ വീഴും അതുകൊണ്ട് നീ ചവിട്ടല്ല എന്ന് പറഞ്ഞാൽ കൊച്ചിനോടൊരു ഭയം കൊച്ചു പ്രായത്തിൽ ജനിക്കും. ലെറ്റ് ദം ഡു, അവർ ചെയ്തിട്ട് വരട്ടെന്ന് വെക്കണം. വീഴുക വീഴാതിരിക്കുക അത് സെക്കൻഡ് ഓപ്ഷനാണ്. കുറച്ചൊക്കെ വീണൊക്കെ പഠിക്കണം പിള്ളേർ, എങ്കിൽ മാത്രമേ അവർ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരത്തുള്ളൂ. പോട്ടെന്ന് നോക്കണം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം? ഭയം എന്ന് പറയുന്നത് വിളംബിത ചാലക വികാസത്തിനുള്ളൊരു കാരണമാണ്. ബാക്കി എന്തൊക്കെയായിരുന്നു കാരണം നമ്മൾ പഠിച്ചില്ലേ? അനാരോഗ്യമായിട്ടുള്ള ശരീരം, തടിച്ച ശരീരം, പിന്നെ അതുപോലെ തന്നെ ഭയം, ഉത്കണ്ഠ, ഇതെല്ലാം എന്താണ്? വിളംബിത ചാലക വികാസത്തിനുള്ള കാരണങ്ങളാണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. അടുത്തത് ശരിയായിട്ടുള്ള ക്രമമേത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഖേഡാ സമരം, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം. ഇവിടെ ശരിയായിട്ടുള്ള ഇതേതാണ്? ഓരോ വർഷങ്ങൾ പറയാമെങ്കിൽ കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഏതാണ്? നമുക്കറിയാം ജാലിയൻ വാലാബാഗ് നടന്നത് 1919. അടുത്തത് ഖേഡാ സമരം നടന്നത് 1918. ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് 1942. അപ്പം നമുക്കറിയാം ക്രമം നോക്കുവാണെങ്കിൽ ഏറ്റവും ആദ്യം വരേണ്ടത് ഖേഡാ സമരം 1918, അതിനുശേഷം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919, ശേഷം ഉപ്പ് സത്യാഗ്രഹം 1930, ക്വിറ്റ് ഇന്ത്യ സമരം 42. അപ്പം ബി, എ, സി, ഡി ഓപ്ഷൻ 3 സോ ഓപ്ഷൻ 3 ഇവിടെ കറക്റ്റുള്ള ആൻസർ കേട്ടോ. വർഷങ്ങൾ ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും കേട്ടോ, ചോദിക്കും. സോ വർഷങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? അല്ലേ, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? നമ്മുടെ ബാലഗംഗാധര തിലകാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച വ്യക്തി. മറന്നു പോകരുത് കേട്ടോ, കാരണം ഇതിൻ്റെ ബാക്കിയുള്ള ആൾക്കാരെ എല്ലാം തെരുതെരെ ചോദിക്കുന്നു പറഞ്ഞു കേട്ടോ. അത് നിങ്ങൾ ഓർത്തിരിക്കണം, കാണിച്ചു തരാം. ഓക്കെ, ഇതെല്ലാം ഗ്രൂപ്പിൽ വന്നാൽ കേട്ടോ. യെസ്, നമ്മുടെ ബാലഗംഗാധര തിലക്. യെസ്, ഓക്കെ. ഇവിടെ എന്നൊക്കെ മഹാത്മാഗാന്ധി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വാക്കാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പ്രഖ്യാപിച്ചതാണ് മഹാത്മാഗാന്ധി. ഇനി സുഭാഷ് ചന്ദ്രബോസ് ആണെങ്കിൽ എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം വഹിച്ചു നേതാജി എന്നറിയപ്പെടുന്നു. അടുത്തത് ബാലഗംഗാധര തിലകാണെങ്കിൽ എന്താണ് പറയുന്നത്? കണ്ടോ, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് ബാലഗംഗാധര തിലക്. ഇനി ഭഗത് സിംഗ് ആണെങ്കിൽ ഭാരതത്തിന് വേണ്ടി മരണത്തിലേക്ക് പുഞ്ചിരിയോടെ നടന്നെടുത്ത ധീര രക്തസാക്ഷിയാണ്. പഞ്ചാബിലെ ലാൽപൂർ ജില്ലയിലാണ് ജനിച്ചത്. സരോജിനി നായിഡു പല ആവർത്തി ചോദിച്ചാണ് ഏഷ്യയിലെ വാനമ്പാടി എന്നറിയപ്പെടുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ കേട്ടോ. ഈ 2 ചോദ്യം തിരിച്ചും മറച്ചു ചോദിച്ചതാണ്. അടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നു. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിൽ ധീര നേതൃത്വം വഹിച്ച വ്യക്തിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. കണ്ടോ, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിൻ്റെ എഴുതിയതാണ്. ഇവിടുന്ന് തന്നെ ഇപ്പോൾ 3 ചോദ്യം നമ്മളോട് ഈ പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ചു. ഇനിയും ഖാൻ അബ്ദുൽ ഖാദർ മൗലവി ആണെങ്കിൽ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് സജീവ നേതൃത്വം വഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഇതൊന്ന് പഠിച്ചിട്ട് പോകണം. 1 മാർക്ക് നിങ്ങൾക്ക് ഷുവറാണ് കേട്ടോ. ഈ ഒരെണ്ണം പഠിച്ചാൽ നിങ്ങൾക്ക് കാറ്റഗറി 1-നാലും 2-നാലും 1 മാർക്കിന് ഇവിടുന്ന് ചോദിക്കും കേട്ടോ. ഷുവറായിട്ട് ചോദിക്കും. നിങ്ങളെല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോ. 1 മാർക്ക് ഇതിൽ നിന്ന് ഉണ്ട് കേട്ടോ. അത് ഈ ഒരു ടോപ്പിക്കും തന്നെ ഈ കൊടുത്തിരിക്കുന്നതിന് തന്നെ ചോദിക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഇത് തന്നെ
പഠിച്ചിട്ട് പോയാൽ മതി കേട്ടോ. 1 മാർക്ക് അവിടെ ഉറപ്പിക്കാം. ഓക്കെ, അടുത്തത് ഒറ്റയാനെ കണ്ടെത്തുക. ആട്, തവള, മാൻ, മുയൽ 3ാം ക്ലാസ്സിലുള്ള സാധനമാണ്. നമുക്കറിയാം ആടും മാനും മുയലും എല്ലാം എന്താണ്? സസ്യാഹാരിയാണ്. തവള മിശ്രാഹാരിയാണ് ഇല്ലേ? തവള ഈ പറഞ്ഞ വെട്ടിലിനെ എല്ലാം പിടിച്ച് തിന്നും, അതുപോലെ തന്നെ നമ്മുടെ പുല്ലും തിന്നും. അപ്പം തവള എന്താണ്? മിശ്രാഹാരിയാണ്. ബാക്കിയെല്ലാം സസ്യാഹാരികളാണ്. ശരിയല്ലേ? ചിലർ ഇങ്ങനെയും ചിന്തിച്ച് കാണും, ആടും മാനും മുയലും ഒന്നും കരയിൽ വസിക്കും, തവളയാണെങ്കിൽ കരയിലും വെള്ളത്തിലും വസിക്കും. അങ്ങനെ ആരും ചിന്തിച്ച ആരെങ്കിലും ഉണ്ടോ? ചിന്തിച്ച ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉത്തരത്തിലേക്ക് എത്തിയ ആരെങ്കിലും ഉണ്ടോ? ചിന്ത കറക്റ്റാണ്, പക്ഷേ പൊട്ടക്കണ്ണൻ്റെ മാവേലിയർ പോലെ ശരിയാണെന്ന് ഓർത്തിരിക്കണം. ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ഇതാണ് ഉത്തരം വരേണ്ടത് കേട്ടോ. അപ്പം എന്താണ്? തവളയാണ് ഇവിടെ മിശ്രാഹാരിയായിട്ടുള്ളത്, ബാക്കിയെല്ലാം സസ്യാഹാരിയാണ് കേട്ടോ. ഇങ്ങനെയുള്ള കൺഫ്യൂസിങ് ചോദ്യങ്ങളായിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. അടുത്തതിനകത്ത് നമ്മൾ കംപ്ലയിൻറ്റ് പോകുമ്പോൾ അവർ പറയും ഞങ്ങൾ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞങ്ങൾ മറ്റേ രീതിയിലാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഒരു കേസിന് പോവും, അവസാനം കാശും പോവും, മാനവും പോവും, കയറ്ററ്റും കിട്ടാതിരിക്കും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? നമുക്കറിയാം മന്തും മലേറിയയും ചിക്കൻ ഗുനിയയും ആര് പരത്തുന്നതാണ്? നമ്മുടെ കൊതുക് പരത്തുന്നതാണ്. പ്ലേഗ് ആണെങ്കിൽ ആര് പരത്തും? നമ്മുടെ എലിയാണ് പരത്തുന്നത് കേട്ടോ. പ്ലേഗ് എലിയാണ് പരത്തുന്നത്. ഇവിടെ ഉണ്ടല്ലോ എന്ത്? ഓക്കെ, ഇവിടെ കണ്ടല്ലോ. ഓക്കെ, കണ്ടോ? കൊതുക് മുഖേനയാണ് എന്ത്? മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എല്ലാം പരത്തുന്നത് നമ്മുടെ കൊതുക് ചേട്ടനാണ്. അടുത്തത് സമ്പർക്കം മുഖേനയാണെങ്കിൽ ചെങ്കണ്ണും കുഷ്ഠവും, ഈച്ച മുഖേനയാണെങ്കിൽ കോളറ, വയറിളക്കം, വെള്ളം, ആഹാരം എന്നിവയിലൂടെ ആണെങ്കിൽ എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം, വായുവിലൂടെ ആണെങ്കിൽ ജലദോഷം, ചിക്കൻ ബോക്സ്, മീസിൽസ്, ക്ഷയം. ഇതെല്ലാം വായുവിലൂടെയാണ് പകരുന്നത് കേട്ടോ. ഇതിനെ നമുക്ക് 7ാം ക്ലാസ്സിൽ കൂടുതലായിട്ട് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. 7ാം ക്ലാസ്സിൽ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ നിരാഹാര സമരം ഏതാണ്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഗാന്ധിജിയുടെ നേതൃത്വം നടന്ന ആദ്യ നിരാഹാര സമരം ഏതാണ്? അതായത് നമുക്കറിയാം ഏതായാലും നമ്മുടെ അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് ആദ്യ നിരാഹാര സമരം ഇല്ലേ? നിരാഹാര സമരം എന്ന് പറഞ്ഞില്ലേ? നിരാഹാര സമരം കേട്ടോ. പട്ടിണി കിടന്ന സമരം ആദ്യമായിട്ട് നടന്ന ഏതാണ്? നമ്മുടെ അഹമ്മദാബാദ് തുണിമിൽ സമരമാണ്. നമുക്കറിയാം നമ്മുടെ ആദ്യം നടന്ന സമരം ഏതാണ്? ചമ്പാരൻ സമരമായിരുന്നു. പക്ഷേ എന്താണ് ആദ്യ നിരാഹാര സമരം ഏതാണ്? അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് ആദ്യ എന്തെന്ന് പറയുന്നത് നിരാഹാര സമരമായിട്ട് അറിയപ്പെടുന്നത് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഗ്രൂപ്പിലിട്ടാണ് പഠിക്കണം കേട്ടോ. ഇവിടെ ഗ്രൂപ്പിലുള്ളതല്ലേ? ഇട്ട് തന്നില്ലായിരുന്നോ? എല്ലാം ഇട്ടതല്ലേ? ഇട്ടതല്ലായിരുന്നോ അല്ലേ? ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, ഗാന്ധിജി ജനിച്ച 1915 ടൈം ലൈൻ പോലെ വന്നിട്ടുണ്ട്. 1915 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തി. അതുകൊണ്ട് തന്നെ ജനുവരി 9 ആദ്യ പ്രവാസി അല്ലെങ്കിൽ ഭാരതീയ പ്രവാസി ദിനമായിട്ട് അറിയപ്പെടുന്നു. അടുത്തത് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളിൽ പെടുന്നതാണ് കണ്ടോ 1917 ആദ്യ സമരമായിട്ടുള്ള ചമ്പാരൻ സത്യാഗ്രഹം. ആദ്യ നിരാഹാര സമരം ഏതാണ്? 1918 അഹമ്മദാബാദ് തുണിമിൽ സമരമായിരുന്നു. തൊഴിലാളികളുടെ കൂലി വർധനവിന് വേണ്ടി അഹമ്മദാബാദിൽ നടത്തിയതാണ് ആദ്യ നിരാഹാര സമരം. പിന്നെ 18 അദ്ദേഹം ഖേഡ സമരം നടത്തി. കർഷകരുടെ മേൽ അടിച്ചമർത്തപ്പെട്ട നികുതി ഇളവ് ചെയ്യുവാനായിട്ട്. അത് ഗുജറാത്തിലായിരുന്നു. പിന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല പഞ്ചാബിൽ വെച്ച് 1919 നടന്നു. 20-22 കാലങ്ങളിൽ നിസ്സഹകരണ സമരം അത് എല്ലായിടത്തും ഉണ്ടായിരുന്നു കേട്ടോ. അതായത് എല്ലാ ഇന്ത്യ മെപ്പാടെ എല്ലാ സ്റ്റേറ്റിലും അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലും അത് പ്രതിഫലിക്കുകയുണ്ടായി. അത് ഏതൊക്കെയായിരുന്നു? ഖാദി വസ്ത്രങ്ങൾ പ്രചരിപ്പിക്കുക, മദ്യം വർജിക്കുക, ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക, വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ മോട്ടോയോട് കൂടിയായിരുന്നു അത് നമ്മുടെ നിസ്സഹകരണ സമരം തുടങ്ങിയത്. പിന്നെ 1930 മാർച്ച് 12 ഉപ്പ് സത്യാഗ്രഹം നടത്തി. ഗാന്ധിജി പറഞ്ഞാണ് ഒന്നെങ്കിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ എൻ്റെ ശരീരം ഞാൻ സമുദ്രത്തിന് വേണ്ടി സമർപ്പിക്കും. അതാണ് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹത്തിനകത്ത് ഗാന്ധിജി പറഞ്ഞത്. പിന്നെ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായത് കയ്യന്നൂരിലെ പയ്യന്നൂരിലാണ്. നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. അദ്ദേഹം കേരള ഗാന്ധി എന്ന് പറയപ്പെടുന്നു. ഒരുപാട് വട്ടം ചോദിച്ചതാണ്. അതിന് ഉരുത്തിരിഞ്ഞു വന്ന പാട്ടായിരുന്നു വരിക വരിക സഹചരെ സഹന സമര സമരമായി എന്ന് പറയുന്ന പാട്ട്. എഴുതിയത് അംഷി നാരായണ പിള്ള. 1942 ഓഗസ്റ്റ് 9 നമ്മുടെ ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. കോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മഴിക്കുക. കഴിഞ്ഞ നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തതാണ്. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്.
ഓഗസ്റ്റ് 15 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. കഴിഞ്ഞ മാസം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തതാണ്. ഒക്ടോബർ 2 അഹിംസാ ദിനമായിട്ട് ആചരിക്കുന്നു. ഗാന്ധിജിയുടെ ജന്മദിനമാണ്. ഇനിയും ഇത് പഠിച്ചിട്ട് വേണം പോകാൻ. ടൈം ലൈൻ പോലെ ചോദിക്കും. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പോരാട്ടങ്ങളാണ് 21 മലബാർ കലാപം, 24-25 വൈക്കം സത്യാഗ്രഹം, 31 ഗുരുവായൂർ സത്യാഗ്രഹം, 1793-97 കാലങ്ങളിൽ ഒന്നാം പഴശ്ശി വിപ്ലവം, 800-805 രണ്ടാം പഴശ്ശി വിപ്ലവം. ഇവിടെ ഓർത്തിരിക്കേണ്ട ഓർമ്മയുണ്ട്, പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി ഉപയോഗിച്ചുകൊണ്ടിരുന്ന യുദ്ധമുറകൾ ഏതായിരുന്നു അറിയാവോ? പഴശ്ശി ഉപയോഗിച്ചിരുന്ന യുദ്ധമുറകൾ ഒരു വട്ടം ചോദിച്ചതാണ്. നമ്മുടെ പഴശ്ശി ഒന്നാം പഴശ്ശി യുദ്ധത്തിലും രണ്ടാം പഴശ്ശി യുദ്ധത്തിലും പഴശ്ശി രാജ ഉപയോഗിച്ചുകൊണ്ടിരുന്ന യുദ്ധമുറകൾ ഏതായിരുന്നു അറിയാവോ? കേട്ടിട്ടുണ്ടോ? ഗറില്ല യുദ്ധമുറകൾ, അല്ലെങ്കിൽ നമ്മുടെ ഒളിപ്പോരെന്ന് പറയത്തില്ലേ, ആ സാധനം. ഇത് ഒളിച്ചിരുന്നുകൊണ്ട് അവരെ രാത്രി കാലങ്ങളിൽ അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ കാട്ടിലും മലമണ്ടയ്ക്കും അതുപോലെ തന്നെ മരത്തിൻ്റെ മുകളിലൊക്കെ കയറി ഇരുന്നുകൊണ്ട്, കണ്ടില്ലേ നമ്മുടെ പഴശ്ശിരാജ സിനിമയ്ക്കകത്ത് കണ്ടിട്ടില്ലേ, അതിൻ്റെ അകത്തുള്ള പോലെ തന്നെ ഒളിച്ചിരുന്നുകൊണ്ടുള്ള ഒരു ഒളിപ്പോരുകൾ നടത്തിയാണ് ഗറില്ല യുദ്ധമുറകൾ എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ. അതും ചോദ്യമാണ്, നോക്കി വേണം പോകാൻ. അടുത്തത് പോയല്ല, യെസ് ഇല്ല ഇവിടെയുണ്ട്. ഓക്കെ, അടുത്തത് പ്രധാനമായിട്ടുള്ള നേതാക്കൾ പഠിക്കണം. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഇന്ത്യയെ കണ്ടെത്തൽ. ജന്മദിനം നവംബർ 14 ശിശുദിനമായിട്ട് ആചരിക്കുന്നു. അതെല്ലാവർക്കും അറിയാം അല്ലേ? പിന്നെ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഒഴുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നു. സുഭാഷ് ചന്ദ്രബോസ് നേതാജി എന്നറിയപ്പെടുന്നു. ഫോർവേഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞ പാർട്ടി രൂപീകരിച്ചതാണ്. ഇതും ചോദ്യം കേട്ടോ. ഫോർവേഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞ പാർട്ടി രൂപീകരിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. ഇനിയും ഗോപാലകൃഷ്ണ ഗോഖലെ മിതവാദി എന്നറിയപ്പെടുന്നു. സർവൻറ്റ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നു. ബാലഗംഗാധര തിലക് ഒരുപാട് വട്ടം ചോദിച്ചുകൊണ്ടോ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പറഞ്ഞ വ്യക്തിയാണ്. ലോകമാന്യ എന്നറിയപ്പെടുന്നു. മാറാത്ത കേസരി എന്ന പത്രങ്ങൾ അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട്. ഭഗത് സിംഗ് സഞ്ചരിക്കുന്ന ലൈബ്രറി എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ സംഘടനയാണ് പഞ്ചാബ് നവജവാൻ ഭാരത് സഭ എന്ന് പറയുന്ന സംഘടന. ഇനിയും സരോജിനി നായിഡു ഏഷ്യയിലെ വായനമ്പാടി എന്നും ഇന്ത്യയുടെ പൂങ്കുയിൽ എന്നും അറിയപ്പെടുന്നു. INC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ വനിതാധ്യക്ഷയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ കൂടിയാണ് ആര്? നമ്മുടെ സരോജിനി നായിഡു. ഇനി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണെങ്കിൽ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രപതിയാണ്. 1934 അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. 62 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിക്കുകയുണ്ടായി. ഇനി മൗലാന അബ്ദുൽ കലാം ആസാദ് ആണെങ്കിൽ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ട് അറിയപ്പെടുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ, കാരണം ഇതിൽ നിന്നൊരു ചോദ്യം ചോദിക്കും കേട്ടോ. തിരിച്ചും മറിച്ചുവാണെങ്കിലും എങ്ങനെ കളിച്ചാലും ചോദിക്കും കേട്ടോ. സോ ഈ കാര്യങ്ങൾ പ്രത്യേകം പഠിച്ചിട്ട് വേണം പോകാൻ. യെസ്, അപ്പോൾ 16 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 10 മുകളിൽ സ്കോർ കിട്ടിയവരൊന്ന് ഡീൽ ചിഹ്നം കാണിക്കുക. 10 മുകളിൽ കിട്ടിയവർ. ഓക്കെ, വെരി ഗുഡ്. 1 2 3 4 5 6 പേര് 5-6 പേര് ഒപ്പി. യെസ്, ഓക്കെ. 10 മുകളിൽ കിട്ടിയത്. 15 മുകളിൽ കിട്ടിയല്ലോ. 15 16 16ൻ്റെ 60% എത്രയാ? 16ൻ്റെ 60% എത്രയാ അറിയാവോ? 16ൻ്റെ 60% വെച്ചാൽ 9.6 വരും. അത് 10 മാർക്കിന് മുകളിൽ നിങ്ങൾ കിട്ടിയാൽ യു ആർ സ്റ്റഡിയിങ് വെൽ കേട്ടോ. നല്ലപോലെ പഠിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. എത്താത്തവർ 7ലും 8ലും 6ലും ഒക്കെ ആയിരിക്കും കൂടുതൽ പേര് നിൽക്കുന്നത്. ശരിയല്ലേ? അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? പഠിക്കണം കേട്ടോ. ഡെയിലി ഉള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് തന്നെ പഠിച്ച് വേണം പോകുവാൻ. ഓക്കെ, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഉണ്ടോ, ടോപ്പിക്സ് ഒരുപാട് കവർ ചെയ്ത് പോകും. നീങ്ങി നമ്മൾ പോകും. അതുകൊണ്ട് തന്നെ ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് പോകണം. സംശയങ്ങളുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് ഇനി ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു ഗ്രൂപ്പ് കൂടി ഓപ്പൺ ആക്കി തരും. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാനായിട്ടുള്ള ഗ്രൂപ്പ്, അതിലൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ എന്നോടാണെങ്കിലും ചോദിക്കാം, അതിന് യാതൊരു പ്രശ്നവുമില്ല കേട്ടോ. യെസ്, അപ്പം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തെറ്റിപ്പോയ ആൻസേഴ്സ് ഒരു വട്ടം എഴുതി എനിക്ക് അയച്ചു തരണം. എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 16ൻ്റെ ആൻസർ ബി, 16ൻ്റെ ആൻസർ ബി, 16ൻ്റെ ആൻസർ ബി എന്ന് പറഞ്ഞല്ല എനിക്ക് എഴുതി തരേണ്ടത്. പകരം 16ൻ്റെ ആൻസർ ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ, ആ എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരണം. എയും ബിയും സിയുടെയും ഡിയുടെയും ഓപ്ഷൻസിലുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾച്ചേർക്കണം. എന്നിട്ട് വേണം എനിക്ക് അയച്ചു തരാം കേട്ടോ. ഞാൻ വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ പറഞ്ഞു വിടാം കേട്ടോ. ഇപ്പോൾ തെറ്റിപ്പോയ ആൻസേഴ്സ് നിങ്ങൾ ഒരു തവണ എഴുതി എനിക്ക് അയക്കണം. നിങ്ങളുടെ മാർക്കും എനിക്ക് അയച്ചു തരണം. ഓക്കെ, ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എക്സൽ ഷീറ്റിന് അത് അപ്ഡേറ്റ് ചെയ്ത് വിടുന്നുണ്ട്.
രണ്ടാഴ്ചയ്ക്ക് തന്നെ ഒരു മാസം കൂടി കഴിയുമ്പോൾ നമുക്ക് നിങ്ങളുടെ വാല്യുവേഷൻ്റെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ പ്രോഗ്രസ് പോലെ പറഞ്ഞു തരാം കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളെ എനിക്ക് വിശ്വാസമുള്ളതാണ് നിങ്ങളോട് തന്നെ വാല്യൂ ആയിട്ട് പറയുന്നത്. ഒരു മാസം കൂടി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഗൂഗിൾ ഫോമിലായിരിക്കും എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കള്ളത്തരങ്ങളൊന്നും നടക്കത്തില്ല, ഞാൻ ഇവിടെ എല്ലാം പിടിക്കും കേട്ടോ. പിന്നെ പ്രശ്നം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. യെസ്, അപ്പം തെറ്റിപ്പോയവർ എന്ത് ചെയ്യണം? തെറ്റിപ്പോയ ആൻസേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് ഒരു വട്ടം എഴുതി അയക്കണം. പരീക്ഷ എഴുതാത്ത മിടുക്കന്മാരും മിടുക്കികളും എല്ലാ ക്വസ്റ്റിനും 3 തവണ ഡീറ്റെയിൽ ആയിട്ട് എഴുതി എനിക്ക് അയക്കണം കേട്ടോ. ഞാൻ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യും. ഇല്ലാത്തവരെല്ലാം ഗ്രൂപ്പിൽ നിന്ന് ഇറക്കി വിടും കേട്ടോ. ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, പഠിക്കാൻ വേണ്ടിയാണ് വന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. യെസ്, അപ്പോൾ താങ്ക് യു. എന്തെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ടോ?